ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു സലാഡിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ്. മുന്നൊരു സലാഡിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്ക്. ഇതിലേക്ക് 2 കുക്കുമ്പർ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ ആപ്പിൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഉണ്ട്. ഒരു ലെറ്റസ് ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ക്യാബേജിൻ്റെ ഷേപ്പിലുള്ള ലെറ്റസാണ് കേട്ടോ. ഇത് ഇറാൻ്റെ ആണ്, ലുലുന്ന് മേടിച്ചതാണ്. പിന്നെ ഇത് കാണുമ്പോൾ ക്യാബേജാണെന്ന് വിചാരിക്കും. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ആക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. തൈര് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ സലാഡിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ സലാഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് നല്ലതുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എനേബിൾ ചെയ്യണേ. അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.